വെൽക്കം ആൾ ഓഫ് യു. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വേർഡ്പ്രസ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈലിൽ തന്നെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായി ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് വേർഡ്പ്രസ് എന്ന് ടൈപ്പ് ചെയ്യാം. WORDPRESS വേർഡ്പ്രസ്. അപ്പോൾ രണ്ടാമത് കാണുന്നത് തന്നെയാണ് വേർഡ്പ്രസ് എന്നുള്ളതിൻ്റെ ആപ്പ്. ഈ കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വേർഡ്പ്രസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ രൂപത്തിലായിരിക്കും ആദ്യത്തെ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന വരുന്ന സമയത്ത്. ആദ്യത്തെ വിൻഡോ ഈ രൂപത്തിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ലോഗിൻ ഓർ സൈൻ അപ്പ് വിത്ത് wordpress.com, അതല്ലെങ്കിൽ എൻ്റർ യുവർ എക്സിസ്റ്റിംഗ് സൈറ്റ് അഡ്രസ്സ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ലോഗിൻ ഓർ സൈൻ അപ്പ് വിത്ത് wordpress.com എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ മെയിൽ ID നിലവിലുള്ള ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും മുകളിൽ കൊടുക്കാം. അതല്ലെങ്കിൽ താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. താഴെ ഭാഗത്ത് നിങ്ങളുടെ പേഴ്സണൽ ID ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പേഴ്സണൽ Gmail ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ രൂപത്തിലും പോകാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് വേർഡ്പ്രസ്സിനകത്ത് എന്തുണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. യൂസർ നെയിം പാസ്വേഡും ഇല്ലാത്തവർ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള പ്രീവിയസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പോയാലും മതി. കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ വിൻഡോ ഈ രൂപത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾ ആഡ് ന്യൂ സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് എ wordpress.com അല്ലെങ്കിൽ ആഡ് സെൽഫ് ഹോസ്റ്റഡ് സൈറ്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് wordpress.com. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് ലേ ഔട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള ലേ ഔട്ട് എന്നാൽ ആ ലേ ഔട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിതിൽ നിന്ന് ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ചൂസ്, താഴെയുള്ള ചൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ടൈപ്പ് യുവർ നെയിം ഫോർ യുവർ സൈറ്റ്, നിങ്ങളുടെ സൈറ്റിൻ്റെ പേര്. തൽക്കാലം ഞാനിവിടെ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുന്നു, എഡ്യൂക്കേഷണൽ എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പേരായിരിക്കും സൈറ്റിൻ്റെ അഡ്രസ്സായിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്താൽ മതിയാവും. നിസാർ എന്ന് കൊടുക്കുന്നു ഞാൻ. ഫോർ എക്സാമ്പിൾ നിസാർ wordpress.com, നിസാർ ഖാൻ. നിലവിൽ ഇതേ പേരുകളിലൊക്കെ ഒരുപാട് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിസാർ ഖാൻ പി, നിസാർ ഖാൻ പി wordpress.com. ഞാൻ ഈ അഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇതിൽ നിന്നിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ള ഓപ്ഷൻസ് വന്നു. ഇതിനകത്ത് ഞാൻ നിസാർ ഖാൻ പി wordpress.com. അപ്പോൾ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്താൽ മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ രൂപത്തിലാണ് ചെയ്യുന്നത്. നിസാർ ഖാൻ പി wordpress.com എന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. താഴെയുള്ള ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ലേ ഔട്ട് സൈറ്റിൻ്റെ ഏകദേശം ലേ ഔട്ട് വന്നു. ഇനി താഴെയുള്ള ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വാണ്ട് എ ലിറ്റിൽ ഹെൽപ്പ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, അവിടെ നോ താങ്ക്സ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വെബ്സൈറ്റിനകത്ത് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഫോട്ടോസ് ആഡ് ചെയ്യുക, അതിനുള്ള ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ഈ ഡാഷ്ബോർഡിൻ്റെ താഴെ ഭാഗത്ത് സർക്കിളിനകത്തുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറി പോസ്റ്റ്, ബ്ലോഗ് പോസ്റ്റ്, സൈറ്റ് പേജ് ഈ രൂപത്തിലുള്ള ഓപ്ഷൻസൊക്കെ കിട്ടും. അപ്പോൾ സൈറ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റിനകത്ത് വ്യത്യസ്ത പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് പേജുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ബ്ലോഗ് പോസ്റ്റ്, അതുപോലെ സ്റ്റോറി പോസ്റ്റ്, ഇതൊക്കെ
സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയ, ഫോട്ടോസ് അതേപോലെയുള്ള വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ തീംസ്, നമുക്ക് വ്യത്യസ്ത തീമുകൾ ഇതിനകത്തേക്ക്, പിന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള തീം ഇതാണ്, ഇനി കസ്റ്റമൈസ് ചെയ്യണോ എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ സൈറ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മുടെ സൈറ്റ് വെബ്സൈറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നമുക്ക് ഇങ്ങനെ ലഭിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിനൊക്കെ ടൈറ്റിൽ കൊടുക്കാം, അതിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, ഈ രൂപത്തിലൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒരു പേജ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സൈറ്റ് പേജ്, ചൂസ് ചെയ്യാം ലേ ഔട്ട്, അവിടെയും ലേ ഔട്ട് ചോദിക്കുന്നുണ്ട്. അവിടെയും ഏതെങ്കിലും ഒരു ലേ ഔട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് എ ബ്ലാങ്ക് പേജ് അതും ഉപയോഗിക്കാം. ക്രിയേറ്റ് എ ബ്ലാങ്ക് പേജ്, ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് പേജ് എന്ന് സെലക്ട് ചെയ്തു. ഇനി സൈറ്റിനൊരു പിന്നെ ടൈറ്റിൽ കൊടുക്കുന്നു. ഞാനിവിടെ എഡ്യൂക്കേഷൻ, ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സൊക്കെ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇവിടെ സ്റ്റാർട്ട് റൈറ്റിംഗ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. എല്ലാം ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ താഴെ, ഇതിനേറ്റവും താഴെ ഭാഗത്ത് കുറച്ച് ടൂൾസ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്ലസ് ബട്ടണുണ്ട് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നിന്ന് ഇതാ ഇത്രയും ടൂൾസുകളൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പാരഗ്രാഫ്, ബട്ടൺസ്, അതുപോലെ തന്നെ വ്യത്യസ്ത ടൂൾസുകൾ ഇവിടെ ഉണ്ട്. ഫയല്, ഓഡിയോ, ഇമേജ്, ഗ്യാലറി, വീഡിയോ, ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കണ്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകളിലുള്ള പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് സൈറ്റ്, ഈ പേജ് എന്ത് ചെയ്യുക, സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്യുക. ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൊബൈലിൽ നിന്ന് തന്നെ ഒരു വളരെ പിന്നെ സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ യു മേ പ്ലീസ് ട്രൈ. ഓക്കെ, താങ്ക് യു.